അയാൾ എന്തോ ആയി പോയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ അതുകൊണ്ട് ഇപ്പൊ എന്താ അനുക്കുട്ടന്റെ കാർ ഇങ്ങനെ അനുക്കുട്ടന്റെ കാറ് കാക്ക തൂറും ചളക്കുണ്ടിലൊക്കെ ഉള്ളതായിരിക്കും അനുക്കുട്ടന്റെ കാറ്. ഉള്ളില് കൂറ കൃഷി ഉണ്ട്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഈ വികൃതമായി നിൽക്കുന്ന സാധനമില്ലേ, ഇതൊന്നും എടുത്തരൂ ഒന്ന്. അതല്ല, സോറി സോറി. നല്ല ശബ്ദം, നല്ല ശബ്ദം. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി, ബൺ ക്ലബ്. ഞാനവിടെ എല്ലാരും ചിരിച്ചേ. ബംബോലി ഉണ്ട്, നമ്മളെ ഡോണറ്റ് അറിയില്ലേ, ഡോണറ്റിന്റെ അങ്കിളായിട്ട് അങ്ങനെ പറയരുത് പ്ലീസ്. ഇത് നിന്റെ വീട്ടിലെ വേലക്കാരിയല്ലേ? അങ്ങനെ ഗൈസ് നമ്മൾ കാത്തിരിപ്പിന് ശേഷം ബംബോലി എത്തി. നമ്മളെ ബൺ ക്ലബിൽ മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ. ഇറ്റ്സ് സോഫ്റ്റ്, സ്വീറ്റ് ആൻഡ് യമ്മി. സത്യം പറഞ്ഞാൽ ഒരു ചൂട് ചായലകൾ മുക്കി കഴിക്കുന്നത് വേറെ ടേസ്റ്റ് ആയി. എനിക്ക് പിന്നെ ആൾക്കാരെ നോക്കുന്ന പ്രശ്നമായിരുന്നു. ബട്ട് തീർത്താ സത്യം പറയലോ, എഫർട്ട് പോയാലും ഫുഡിന്റെ കാശ് തന്നെ കൊടുക്കണ്ട. പണം എനിക്കൊരു പ്രശ്നമല്ല. ഒരു ഉത്തരവാദിത്തം. എനിക്ക് ഉത്തരവാദിത്തമില്ല. രാവിലെ തൊട്ട് തിന്നോണ്ട് എനിക്കൊരു ഭക്ഷണം. ഞാൻ അവസാനം ഈ സാധനം മേടിച്ചു എന്തൊരു മര്യാദ ഇല്ലാത്ത പണിയാണ്. നന്ദികേട്ടവന്മാരെ എല്ലാരും കൂടെ ശവത്തി കുത്താടാ.